നമസ്കാരം ഗൈസ്, നമുക്ക് ആദ്യം കുറച്ച് വീഡിയോസ് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ? പരസ്യമാണ് ഗൈസ്. കട്ടുമാടി ഇനിയും ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ടാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ ക്രിമിനൽ കേസും അതുപോലെ മാനനഷ്ട കേസും അവർക്കെതിരെ ഫയൽ ചെയ്യാൻ തന്നെയാണ് എന്റെ അഡ്വക്കേറ്റ്സിനോട് പറഞ്ഞിരിക്കുന്നത്. എന്റെ കുടുംബത്തിൽ നിന്നാണ് ഞാൻ കൊടുത്തത്. ഞാൻ വേറൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടല്ല കൊണ്ട് കൊടുക്കുന്നത്. അവര് പരസ്യമായി സംസാരിച്ച് ഒരു ധാരണയിലേക്ക് വന്നാൽ ഞാൻ ആ വ്യക്തികളോട് ക്ഷമിക്കാനും തയ്യാറാണ്. സമൂഹത്തിന് മുമ്പിൽ പിച്ചി ചിന്തി അപമാനിക്കാൻ ശ്രമിക്കുന്ന, പ്രത്യേകിച്ച് ഒരു സ്ത്രീത്വത്തെ ബഹുമാനിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ശരിക്കും ഈ കൊച്ചുള്ളവർക്ക് ഇരുപത്തിമൂന്നാം തീയതിയാണ് ഞാൻ ഈ നോട്ടീസ് മേടിക്കുന്നത്. പക്ഷെ ഇതിന് മുന്നേ തന്നെ ബിഷപ്പ് അയച്ച നോട്ടീസ് കുറെ എനിക്ക് നെഗറ്റീവ് പറയുന്ന കുറെ ബ്ലോഗർമാർക്ക് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇളയ കുഞ്ഞ് മൈനറാണ്. അപ്പം കുഞ്ഞിന് 18 വയസ്സാകാതെ അവന്റെ അതേ അല്ലേ അവകാശം തന്നെ അവന്റെ ഗാർഡിയൻ എന്ന നിലയ്ക്ക് എനിക്ക് അവകാശമുണ്ട്. അപ്പൊ അതാണ് കോടതിയിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ പല ഡിസ്കഷൻ നടന്നു. അല്ലാതെ നിങ്ങളെ ഉദ്ദേശിക്കുന്ന പോലെ മറ്റൊരു എന്താ പറയാ ഡബിൾ മീനിങ് ടോപ്പിക്കുകളൊന്നും രേണുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഒരാളായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ആളുമല്ല. പിന്നെ അവരുമായിട്ടുള്ള സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സൗഹൃദമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും രേണുവിനെ വളരെ മോശമായിട്ടൊന്നും ഞാൻ ആരെയും സംസാരിച്ചിട്ടില്ല ഇതുവരെ. മറ്റു പലരെയും അതും എന്റെ മാക്സിമം ഞാൻ കീപ്പ്. ഇന്നും രേണു സുധിയെ പറ്റി മാത്രമേ വിളിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫിറോസനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. താങ്കളുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ കണ്ടല്ലോ, എന്റെ അപ്പനെ എന്നെ നാറി ചെറ്റ എന്നൊക്കെ വിളിക്കാൻ നാണം ഉണ്ടോ തനിക്ക്? തനിക്ക് എപ്പോഴാണ് ഞാൻ നാറി ചെറ്റ ആയത്? ഓർമ്മയുണ്ടോന്നറിയില്ല. നമ്മൾ തമ്മിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതിയിൽ സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ. ഇക്ക പറഞ്ഞാല് രേണുസുതി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല. ഞാനും അയച്ചിട്ടുണ്ട് ഇക്കാക്ക്, ഇക്ക എനിക്ക് അയച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. ഇപ്പൊ തന്നെ എനിക്ക് എന്നെ നാറി ചെറ്റയാക്കി എന്റെ തന്തയും ഞാനും നാറിയും ചെറ്റയായത്. നാണം ഉണ്ടോ തനിക്ക്? ഇനി മേലെ എന്നെ നാറി ചെറ്റെന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കരുത്. ഞാൻ തന്നെ വിളിക്കാത്തത്, ഞാൻ ഇക്കാന്ന് മാത്രമേ ഇന്നും വിളിക്കുന്നുള്ളൂ. വിളിക്കാത്തത് എന്റെ സംസ്കാരം, മനസ്സിലായോ? അപ്പൊ ഞാനൊന്നും മറക്കത്തില്ല. ഇക്കായി മറക്കാതിരുന്ന ഇക്കാക്ക് കൊള്ളാം. യെസ്, ഇന്നും രേണുസുതി തന്നെയാണ് ടോപ്പിക്. കാരണം ലൈക്ക് ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളായിട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതില് രേണുസുതി നോട്ടീസ് കൈപ്പറ്റി. അതില് രേണുസുതി പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ, വ്ളോഗേഴ്സിന് നേരത്തെ കിട്ടി എന്നുള്ള കാര്യങ്ങളെല്ലാം. ഇതില് എനിക്ക് ഫിറോസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ബിഷപ്പിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അവര് പരമാവധി അവരുടെ ക്ഷമ അവര് മാനിക്കുന്നുണ്ട്. ഒരു സ്ത്രീ എന്നുള്ള രീതിയിലും എല്ലാ രീതിയിലും അവര് മാക്സിമം കോംപ്രമൈസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ഇപ്പുറത്തുനിന്നുള്ള സംസാരം, അതായത് ബിഷപ്പ് പറയുന്നുണ്ട് അത് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണ്, വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അവരുടെ ഭാഗത്ത് ഇപ്പോഴും ഒരു കൺസിഡറേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ലൈവിൽ വന്നിരുന്നിട്ട് എനിക്ക് തോന്നുന്നു ആ കൂട്ടുകെട്ടാണ് പ്രശ്നം എന്ന് എനിക്കൊരു തോന്നലുണ്ട്. വൈ ബിക്കോസ് ലൈവിൽ വന്നിട്ട് വായ്ത്താളം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതേപോലെ യെസ് രേണു പറഞ്ഞത് വേറൊരു ഫാക്ടർ ആണ്. വൈ ബിക്കോസ് ഋതപ്പൻ ചെറുതായതുകൊണ്ടും ഗാർഡിയൻ രേണു ആയതുകൊണ്ടും അങ്ങനെ അത്ര പെട്ടെന്ന് വീടെടുത്ത് മാറ്റാൻ പറ്റില്ല എന്നുള്ളൊരു ചെറിയൊരു സംശയം എനിക്കുണ്ട്. എനിക്ക് ലോ വൈസ് അത്ര ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ അറിയില്ല. അപ്പൊ ഗാർഡിയൻ നമ്മുടെ രേണു ആയതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് ഇറക്കി വിടാനുള്ള ഒരു ഇതുണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് തന്നെയാണ്. അതിന്റെ ലീഗൽ സൈഡ് ലീഗൽ വശങ്ങൾ നമ്മൾ നോക്കണം. പക്ഷെ ആള് കീപ് ഗോയിങ് ആണ്, ലൈക്ക് വാട്ട് എവർ ഇറ്റ് ഈസ് റെഡി ടു മീറ്റ് എന്നുള്ളൊരു സംഭവമാണ്. പക്ഷെ ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വരുത്തി വെക്കുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പം ഫിറോസിന്റെ കാര്യം തന്നെയാണെങ്കിലും ആ സംസാരത്തില് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അതായത് രേണു പറഞ്ഞ മാതിരി രേണുവിനെയും രേണുവിന്റെ ഫാമിലിയെയും മോശമായ രീതിയിൽ സംസാരിച്ചു ഫിറോസ്. ഇനി തിരിച്ച് ലൈക്ക് സംസ്കാരമുള്ളതുകൊണ്ട് ആ ഒരു വോയിസ് നിങ്ങൾ കേട്ടല്ലോ. പക്ഷെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അതിനുള്ള മറുപടിയാണ് ഫിറോസ് നമ്മളെ ഇതിൽ കേൾപ്പിച്ചത്. ലൈക്ക് അങ്ങനെ ഒരു മോശമായ രീതിയിലുള്ള സംസാരമോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നോർമൽ ടോക്സ് കാര്യങ്ങളായിരുന്നു. വൈ ബിക്കോസ് പുള്ളി പറഞ്ഞത് ഇതൊരു തെറ്റിദ്ധാരണയിലോട്ട് പോകണ്ട, രേണു സംസാരിച്ച ഈ ഒരു സംസാരം തെറ്റിദ്ധാരണയിലോട്ട് പോകണ്ട, നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, നല്ല ഇതുണ്ടായിരുന്നു. ഫിറോസിനും ഉണ്ട് ഫാമിലി. അപ്പൊ അതൊരു തെറ്റിദ്ധാരണയിലേക്ക് പോകണ്ടെന്ന് വെച്ചിട്ടാണ് പുള്ളി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ചത്. ആൻഡ് ഇതിനകത്ത് ലൈക്ക് ഇപ്പം പറയുന്ന കാര്യം നമ്മുടെ
കിച്ചു പറയുന്നുണ്ട് എനിക്ക് നട്ടലിന് കുഴപ്പമൊന്നുമില്ല, വീട് എപ്പോഴായാലും ഉണ്ടാക്കാം. കിച്ചുവിനെ സംബന്ധിച്ചാൽ കിച്ചു ചെറു പ്രായമാണ്, കിച്ചുവിന് വീടുണ്ടാക്കാനുള്ള സമയവും കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് പേഴ്സണലി അവരുടേതായ കാര്യങ്ങൾ ചെയ്തു പോണു. ഇതിൽ വിഷയം പറ്റിയത് എന്താന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ തുടക്കം രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട്, ഞാനടക്കം. ഇപ്പോഴും ഞാൻ രേണുവിനെ പേഴ്സണലി കണ്ടാൽ ഞാൻ പറയും, നീ ഈ വായി തോന്നിയത് വിളിച്ചു പറയലൊന്ന് നിർത്ത് രേണു. ലെറ്റ് ദം പ്രൊവോക്ക്, ലെറ്റ് ദം ഡു, ലെറ്റ് ദം ടെൽ വാട്ട് ദേ വാണ്ട്. ഈ മിണ്ടാതെ ഇരിക്കുന്നതാണ് ഞാൻ പേഴ്സണലി രേണുവിനെ കണ്ടാൽ പറയുള്ളൂ. പക്ഷെ ഇത് സംസാരിച്ച് കൂട്ടുന്തോറാണ് ഈ പ്രശ്നങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. അതൊന്ന് സൈലന്റ് ആയാൽ തീരാവുന്ന വിഷയമുള്ളൂ. ഇത് പിരികേറ്റി കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ കണ്ടന്റ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. നമ്മൾക്കൊക്കെ രേണുവിന് നന്നായിട്ട് പാട്ട് പാടാൻ അറിയാം, രേണു ഫാഷൻ ഷോയ്ക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, ഡാൻസ് ചെയ്യണമെങ്കിൽ ഡാൻസ് ചെയ്യാം, അഭിനയിക്കണമെങ്കിൽ അഭിനയിക്കാം. അതിനേത്തൊക്കെ അപ്പുറത്തേക്ക് നെഗറ്റീവ് സംസാരിച്ച് അല്ലെങ്കിൽ അവരെ ചൊറിഞ്ഞൊരു വിഷയം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഈ വീടിന്റെ ഫാക്ടർ തന്നെ തുടക്കം തന്നെ ചെയ്ത രീതി മാറിപ്പോയത് കൊണ്ടാണ് ഇത് ഇത്രയും ഉൾട്ടയത്. പേഴ്സൺ ടു പേഴ്സൺ സംസാരിച്ച് തീരേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷെ മേലെ കൂടെ പോയ സ്ഥാനത്തിന് എറിഞ്ഞു വീഴ്ത്തിയിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പൊ സംഭവിച്ചത്. അപ്പോ ഇതിൽ 2 ഫാക്ടറാണ്. ഈ ലൈവിൽ വന്നിരുന്നിട്ട് ഈ വായ്ത്താളം തോന്നിയാസം പറയാതെ ഇരിക്കുക. അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വളരെ രീതിയിൽ അത് ഉൾട്ടയടിക്കും, കയ്യിൽ നിൽക്കാത്ത ഒരു അവസ്ഥയാവും. യെസ്, ഇപ്പൊ ഋതപ്പൻ ചെറുതായതുകൊണ്ട് ഗാർഡിയന്റെ സൈഡും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അപ്പുറത്തെ ഒരാളുടെ റെപ്യൂട്ടേഷൻ പോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഡിഫാം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ മോശപ്പെടുത്തുന്ന രീതിയിലെ സംസാരം വന്ന വകുപ്പുകൾ വേറെ ഉണ്ട്. അപ്പോ ആ ഒരു സാധനത്തിനും കൂടി കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം കൂട്ടുകെട്ടുകളിലും നമുക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ വന്നാൽ എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നില്ല. മനസ്സിലായോ? ഇതില് സംസാരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്, സംസാരത്തിലാണ് ഈ വിഷയങ്ങൾ കയറി വരുന്നത്. ആൻഡ് രേണു നന്നായിട്ട് അറിയാം ഇത് സോഷ്യൽ മീഡിയയാണ്, പിടിച്ചാൽ കിട്ടില്ല നമ്മൾ കാര്യങ്ങൾ. അപ്പൊ പരമാവധി രേണു റെസ്പോണ്ട് ചെയ്യാതെ കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ സ്മൂത്ത് ആകും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പൊ വീട് പോയാലും ഇപ്പൊ പലരും, ഞാൻ ആ ബിഷപ്പിന്റെ വീഡിയോന്റെ താഴെ കമന്റ് കണ്ടു, ഇപ്പൊ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്, തിരിച്ചു വീട് കൊടുക്കരുത്, അതല്ലെങ്കിൽ അവർക്കിപ്പോ കാശുണ്ട് എല്ലാം ഉണ്ട്. അപ്പോ അവര് ഒക്കെ സെക്കൻഡ് ചാൻസിന് തയ്യാറാണ്. പക്ഷെ നമ്മുടെ പ്രവൃത്തിയും സംസാരവും ശരിയല്ല എന്നുണ്ടെങ്കിൽ ഒരു പരിധി കൂടുതൽ നമുക്ക് ആരെയും ക്ഷമിക്കാനും സഹിക്കാനും പറ്റത്തില്ല. അപ്പോ രേണുവിനോട് പേഴ്സണലി ആണെങ്കിൽ എനിക്ക് പറഞ്ഞ സംസാരമൊക്കെ ഒന്ന് ഒതുക്കി ശ്രദ്ധിച്ച് സംസാരിച്ചാൽ, വെറുതെ അനാവശ്യമായി ചൊറിയാതെ ഇരിക്കുക. ഇപ്പൊ ആ നോട്ടീസൊക്കെ വാങ്ങിച്ചു, എഗെയിൻ അതെടുത്തൊരു കണ്ടന്റ് ആക്കി ഞാൻ റിസീവ് ചെയ്തു, ബ്ലോഗേഴ്സിന് ലേറ്റ് ആയിട്ട് കിട്ടിയെന്ന് പറയുന്ന സാധനം, ഫിറോസിന് കൊടുക്കുന്ന കാര്യം, ഇതൊക്കെ എല്ലാം സോഷ്യൽ മീഡിയയിൽ എടുത്തിടാൻ നിന്നാൽ പറക്കി കൂട്ടാൻ സമയം ഉണ്ടാവില്ല, അത് മൊത്തം കയ്യിൽ നിന്ന് പോകും.